ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. ഹാൻഡ് സാനിറ്റൈസറിൻ്റെ വ്യത്യസ്ത രീതിയിലുള്ള ഉപയോഗങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ യൂസേജ് എന്ന് പറയുന്നത് ഫോൺ സ്ക്രീൻ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ഫോൺ സാനിറ്റൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഫോൺ പോലെയുള്ള ആക്സസറീസ് നമുക്ക് സാനിറ്റൈസ് ചെയ്യാം. രണ്ടാമത്തെ യൂസേജ് എന്ന് പറയുന്നത് പിമ്പിൾസിൻ്റെ മേലെ ഒരു ഡ്രോപ്പ് സാനിറ്റൈസർ തേച്ചാൽ അതിലുള്ള ആൽക്കഹോൾ കണ്ടൻറ്റ് കാരണം അത് കരിഞ്ഞു പോകും. മൂന്നാമത്തെ യൂസേജ് എന്ന് പറയുന്നത് ഗ്ലാസസും അതുപോലെ തന്നെ സൺഗ്ലാസസും സാനിറ്റൈസ് ചെയ്യാനും നമുക്കിത് ഉപയോഗിക്കാം. നാലാമത്തെ യൂസേജ് എന്ന് പറയുന്നത് മരം മുറിക്കുമ്പോൾ ഒരു കറ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നമ്മളുടെ കയ്യിലോ അല്ലെങ്കിൽ മറ്റ് പ്രതലത്തിലോ ഉണ്ടായാൽ അത് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാനിറ്റൈസർ ഉപയോഗിക്കാം. അഞ്ചാമത്തെ യൂസേജ് പെർമനൻറ്റ് മാർക്കറിൻ്റെ സ്റ്റെയിൻ എവിടെയെങ്കിലും ആയാൽ അത് റിമൂവ് ചെയ്യാനായിട്ട്, അത് ഇറേസ് ചെയ്ത് കളയാനായിട്ട് നമുക്ക് സാനിറ്റൈസർ ഉപയോഗിക്കാം. ആറാമത്തെ യൂസേജ് എന്ന് പറയുന്നത് പെയിൻറ്റിൻ്റെ സ്റ്റെയിൻ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാനിറ്റൈസർ യൂസ് ചെയ്യാം. ഏഴാമത്തെ യൂസേജ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളിലുള്ള പ്രൈസ് സ്റ്റിക്കേഴ്സ് നമുക്ക് വളരെ എളുപ്പത്തിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. എട്ടാമത്തെ യൂസേജ് എന്ന് പറയുന്നത് കൊതുക് കുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഇച്ചിങ്, ആ ചൊറിച്ചിൽ നമുക്ക് സാനിറ്റൈസർ ഉപയോഗിച്ച് നമുക്ക് മാറ്റാൻ കഴിയും. ഒമ്പതാമത്തെ യൂസേജ് മേക്കപ്പ് യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടും. അവരുടെ മേക്കപ്പ് ബ്രഷുകൾ ക്ലീൻ ചെയ്യാനും ഡിസിൻഫെക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാനിറ്റൈസർ ഉപയോഗിക്കാം. അടുത്തത് ഒരു എമർജൻസി ഡിയോഡ്രൻ്റായിട്ട് നമുക്ക് സാനിറ്റൈസർ ഉപയോഗിക്കാം. അടുത്ത യൂസേജ് എന്ന് പറയുന്നത് കാറിൻ്റെ മിറേഴ്സ് ക്ലീൻ ചെയ്യാനായിട്ട്, നല്ല തിളക്കമുള്ളതാവാനായിട്ട് നമുക്ക് സാനിറ്റൈസർ ഉപയോഗിക്കാം. കാറിൻ്റെ മാത്രമല്ല കേട്ടോ, നമ്മളുടെ വീട്ടിലുള്ള മിറേഴ്സ് നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ. അടുത്ത യൂസ് എന്ന് പറയുന്നത് കാറിലുള്ള സീറ്റൊക്കെ നമുക്ക് സാനിറ്റൈസ് ചെയ്യാനുള്ളതാണ്. ചൈൽഡ് സീറ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഒരുപാട് മിസ് ഉണ്ടായിരിക്കും, അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് സാനിറ്റൈസർ യൂസ് ചെയ്യാം. 13ാമത്തെ യൂസേജ് എന്ന് പറയുന്നത് ഡ്രസ്സിൽ എന്തെങ്കിലും ഗ്രീസി സ്റ്റെയിൻസ് വല്ലതും ആയാൽ അത് നമുക്ക് സാനിറ്റൈസർ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം. എന്നിട്ട് സാധാരണ നോർമലി വാഷ് ചെയ്യുന്നത് പോലെ വാഷ് ചെയ്ത് കളയാം. 14ാമത്തെ യൂസേജ് എന്ന് പറയുന്നത് കാൻഡിൽസിൽ പറ്റിയിട്ടുള്ള ഡസ്റ്റി പാർട്ടിക്കിൾസൊക്കെ നമുക്ക് ഈസി ആയിട്ട് സാനിറ്റൈസർ ഉപയോഗിച്ച് നമുക്ക് വൈപ്പ് ചെയ്ത് കളയാൻ പറ്റും. 15ാമത്തെ യൂസേജ് എന്ന് പറയുന്നത് ഫ്രിഡ്ജ് പോലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ സർഫസിലൊക്കെ നമുക്ക് സാനിറ്റൈസർ ഉപയോഗിച്ച് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയും. 16 എമർജൻസി ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമുക്ക് സാനിറ്റൈസർ ഉപയോഗിക്കാം. ചെറിയ മുറിവിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബെഡിലോ അല്ലെങ്കിൽ സോഫയിലൊക്കെ പറ്റിയിട്ടുള്ള ഫുഡ് സ്റ്റെയിൻസ് നമുക്ക് സാനിറ്റൈസർ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് 17 പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഹാൻഡ് വാഷ് ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. സാനിറ്റൈസർ അധികം ഉപയോഗിക്കാതിരിക്കുക. കൈകളിൽ ഒരുപാട് തവണ ഉപയോഗിച്ചാൽ സ്കിന്ന് ഡ്രൈ ആവാൻ, ഇൻഫെക്ഷൻ വരാനും അതുപോലെ തന്നെ നമ്മളുടെ ബോഡിയിൽ ഓൾറെഡി നല്ല ജേംസ് ബാക്ടീരിയ ഒക്കെ ഉണ്ടാവും, നമുക്ക് നല്ല ഗുണങ്ങളെ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ നശിപ്പിച്ച് കളയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കാതിരിക്കുക. കൈകളിൽ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ ഹാൻഡ് വാഷ് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ, താങ്ക് യു.